ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. എൻ്റെ പേര് വിനോദാണ്. ഇന്ന് ഞാൻ റീസണിങ്ങിൻ്റെ ഡയറക്ഷൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പാർട്ടിൽ ഞാൻ ഡയറക്ഷൻ്റെ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് കുറച്ച് മിസ്ലേനിയസ് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അടുത്ത പാർട്ടിൽ ഞാൻ ബാങ്കിന് മാത്രം ആവശ്യമുള്ള ചില ഹയർ ലെവൽ ക്വസ്റ്റൻസും കൂടെ അടുത്ത പാർട്ടിൽ കൊണ്ടുവരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ബാങ്കിനും SSCക്കും എല്ലാത്തിനും ചോദിക്കുന്ന ക്വസ്റ്റൻസ് തന്നെയാണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. ഓക്കെ, സോ ലെറ്റ്സ് സീ. നൗ ക്വസ്റ്റൻ നോക്കുന്നുണ്ട് ഞാനൊരു concept നിങ്ങളോട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഷാഡോ ഒരു കൺസെപ്റ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദാറ്റ് കൺസെപ്റ്റ് ഈസ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഇവിടെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എനിവേസ്, സോ നമുക്ക് എല്ലാവർക്കും അറിയാം സണ്ണ് റൈസ് ആവുന്ന എവിടെ നിന്നാണ്? ഈസ്റ്റിലാണ്, റൈറ്റ്? സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ, സോ ഈ രീതിയിലാണ് സൺ ഇരിക്കുന്നത്. മോർണിംഗ് ടൈമിൽ ദിസ് ഈസ് ഈസ്റ്റ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർനൂൺ ടൈമിൽ എങ്ങനെയാണ്? ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ 12 മണിക്ക് ശേഷമുള്ള കാര്യം പറയണം. എക്സാക്ട് 12 മണിയുടെ ക്വസ്റ്റൻ ആരും ചോദിക്കാറില്ല. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് ആൻഡ് ദിസ് ഇസ് വെസ്റ്റ്. നൗ സീ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. മോർണിംഗ് ടൈമിൽ സൺ ഇവിടെ നിൽക്കുമ്പോൾ, ഈസ്റ്റിൽ നിൽക്കുമ്പോൾ ഷാഡോ വീഴുന്നത് ഫുള്ള് ഈ പോർഷനിലാണ്. ഷാഡോ വീഴുന്നോണ്ടിരിക്കുന്നത് ഇവിടെയാണ്, റൈറ്റ്? ഇവിടെ തൊട്ട് ഞാനിവിടെ ഗ്യാപ്പ് ഇട്ടേക്കണമെന്നേ ഉള്ളൂ, പക്ഷേ ഫുൾ ഇങ്ങനെ ഇങ്ങോട്ടാണ് ഷാഡോ വീഴുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഒരാളിങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, സോ ഇത് നമ്മളെ തലയും ഇത് കൈയും ഇതൊക്കെ നിൽക്കുകയാണ്. യെസ്, ഇയാൾ എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? നോർത്ത് ഫേസ് ചെയ്യാതാണ് നിൽക്കുന്നത്. ഒരാൾ മോർണിംഗ് ടൈമിൽ നോർത്ത് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ അയാളുടെ ഏത് ഭാഗത്തോട്ടാണ് ഈ ഷാഡോ വീഴുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് മോർണിംഗ് ടൈമാണ്, സൺ ഇവിടെയാണ്. അപ്പോൾ എൻ്റെ ഷാഡോ ഇങ്ങോട്ടാണ് വീഴുന്നത്. ഓക്കെ, ഷാഡോ എല്ലാവർക്കും ഇവിടെയാണ് വീഴുന്നത്. അപ്പോൾ അത് അയാളുടെ ഏത് ഭാഗമാണ്? യെസ്, അയാളുടെ ഇത് ലെഫ്റ്റാണ്. ഷാഡോ വീഴുന്നുണ്ട്. സണ്ണ് ഇവിടെ, ഇയാളിവിടെ, അയാളുടെ ഷാഡോ ഇപ്പർ സൈഡിലോട്ട്. അപ്പോൾ ഇത് അയാളുടെ ലെഫ്റ്റാണ്. മോർണിംഗ് ടൈമിൽ ഷാഡോ വീഴുന്നത് അയാളുടെ ലെഫ്റ്റാണ്. അതുപോലെ ഒരാൾ ഇങ്ങനെ സൗത്ത് ഫേസ് ചെയ്ത് നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. സൗത്ത് ഫേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഷാഡോ ഇപ്പോഴും ഇവിടെ തന്നെയാണ് വീഴുന്നത്. ഷാഡോയുടെ ഡയറക്ഷൻ ഒരിടത്തും ചേഞ്ച് ആവുന്നില്ല. പക്ഷേ ഈ നിൽക്കുന്ന ആളുടെ അതെന്താവും? റൈറ്റ് ആവും. കാരണം ഞാനിപ്പോൾ തിരിഞ്ഞില്ലേ. ഞാൻ നേരത്തെ നിന്നപ്പോൾ എന്തായിരുന്നു? ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെയാണ് സണ്ണ് നിൽക്കുന്നത്. എന്നെ ഇവിടെ കൊണ്ടു, ഷാഡോ ഇപ്പർ സൈഡിൽ വീഴുന്നു. ഇത് എൻ്റെ ലെഫ്റ്റാണ്. ഇനി ഞാൻ തിരിഞ്ഞു, സണ്ണ് ഇപ്പോഴും ഇവിടെ തന്നെയാണ്. ഓക്കെ, സണ്ണ് എൻ്റെ പുറത്ത് കൊണ്ടു, ഷാഡോ ഇപ്പുറത്ത് വരുന്നു. പക്ഷേ ഇതിപ്പോൾ എൻ്റെ റൈറ്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം നോർത്ത് ഫേസ് ചെയ്തിരുന്നപ്പോൾ എൻ്റെ ലെഫ്റ്റിലോട്ടാണ് ഷാഡോ വീഴുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സൗത്ത് ഫേസ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ റൈറ്റിലോട്ടാണ് ഷാഡോ വീഴുന്നത് മോർണിംഗ് ടൈമിൽ. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. ഓക്കെ, സോ ഇത് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ദാറ്റ് മോർണിംഗ് ടൈമിൽ നോർത്ത് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളുടെ ഷാഡോ അയാളുടെ ലെഫ്റ്റിലോട്ടായിരിക്കും വീഴുന്നത്. സൗത്ത് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളുടെ ഷാഡോ അയാളുടെ റൈറ്റിലോട്ടായിരിക്കും വീഴുന്നത്. മോർണിംഗ് ടൈമിൽ നോർത്ത് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളുടെ ഷാഡോ അയാളുടെ ലെഫ്റ്റിലോട്ട് വീഴും. ഷാഡോ എപ്പോഴും ഒരിടത്ത് തന്നെയാണ്, പക്ഷേ അയാളുടെ അത് ലെഫ്റ്റാണ്. എന്നാൽ സൗത്ത് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളുടെ ഷാഡോ അയാളുടെ റൈറ്റ് ആണ്. സോ ഇയാളുടെ റൈറ്റ്, ഇയാളുടെ ലെഫ്റ്റാണ്. ഇത് രണ്ട് സെയിം ആണ്. കണ്ടോ, ഈ രണ്ട് ഡയറക്ഷൻ ഷാഡോ ഈ ഒരു സൈഡിൽ തന്നെയാണ് വീണത്. ഇയാൾക്കുള്ള ലെഫ്റ്റ് അയാൾക്കുള്ള റൈറ്റ് ആണ്, അയാൾക്കുള്ള റൈറ്റ് ഇയാൾക്കുള്ള ലെഫ്റ്റ് ആണ്. ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ ആഫ്റ്റർനൂൺ ടൈമിൽ ഇതിന് നേരെ തിരിച്ചാവും. ആഫ്റ്റർനൂൺ ടൈമിൽ ഷാഡോ ഇങ്ങോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒരാൾ നോർത്ത് ഫേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അയാളുടെ റൈറ്റിലോട്ടാണ് ഷാഡോ വീണത്. കാരണം ഇപ്പോൾ ഞാൻ ആഫ്റ്റർനൂണാണ് നിൽക്കുന്നത്, സണ്ണ് ഇവിടെ. ഓക്കെ, ഇപ്പോൾ എൻ്റെ റൈറ്റിലാണ് ഷാഡോ വീണത്. കാരണം എനിക്ക് എൻ്റെ ദേഹത്ത് ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഷാഡോ ഇപ്പർ സൈഡിലായിരിക്കും പോകുന്നത്. എൻ്റെ റൈറ്റാണിത്, ഞാൻ നോർത്ത് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ. എന്നാൽ ഞാൻ തിരിച്ച് സൗത്ത് ഫേസ് നിൽക്കുകയാണെങ്കിൽ സണ്ണ് ഇപ്പോഴും ഇവിടെ തന്നെ, സണ്ണ് ചേഞ്ച് ആവുന്നില്ല. പക്ഷേ അതിപ്പോൾ എൻ്റെ ലെഫ്റ്റായി. ഐ ഹോപ്പ് യു ക്ലിയർ മൈ പോയിന്റ്. ഓക്കെ, സോ ഇത് ഇങ്ങോട്ടാവുമ്പോൾ ഇത് ഇയാളുടെ ലെഫ്റ്റാണ്. ഇസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? നമ്മൾ പഠിച്ചിട്ടില്ലേ, നോർത്ത് നോക്കുമ്പോൾ ഇതാണ് റൈറ്റ്, എന്നിട്ട് സൗത്ത് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഈ റൈറ്റ് ഇപ്പുറത്തോട്ട് പോകും, ഇതാണ് ലെഫ്റ്റ് ആവുന്നത്. ഓക്കെ, ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഈ റൈറ്റ് എന്നിട്ട് ആ ലെഫ്റ്റ് ഈക്വൽ ആണ്. ഇയാളുടെ റൈറ്റ് അയാളുടെ ലെഫ്റ്റ് ആണ്. സോ ഈ ഒരു പോയിന്റ് നമ്മൾ സിമ്പിളായിട്ട് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ പറയണം മോർണിംഗ് ടൈമിൽ ഞാൻ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം, അതല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, മോർണിംഗ് ടൈമിൽ ഏതെങ്കിലും ഒരു സൈഡ് ഓർമ്മിച്ച് വെച്ചാൽ മതി, അതിൻ്റെ ഓപ്പോസിറ്റാണ് അടുത്ത സൈഡ്. മോർണിംഗ് ടൈമിൽ ഓർമ്മിച്ച് വയ്ക്കൂ. നോർത്തിൽ ഫേസ് ചെയ്യുന്ന ആളുടെ ഷാഡോ എവിടെ വീഴും? ലെഫ്റ്റിലോട്ട്. സൗത്ത് ഫേസ് ചെയ്യുന്ന ആളുടെ ഷാഡോ എവിടെ വീഴും? റൈറ്റിലോട്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പർ സൈഡിൽ. മോർണിംഗ് ടൈമിൽ കണ്ടോ, നോർത്തിൽ ഫേസ് ചെയ്യണ റൈറ്റ്, ഇവിടെ ലെഫ്റ്റ്, അവിടെ റൈറ്റ്, ഇവിടെ റൈറ്റ്, അവിടെ ലെഫ്റ്റ്. അത്രയും ചേഞ്ച് ഉണ്ട്. ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഓക്കെ, സോ നമുക്ക് അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എഴുതിക്കുന്നത് എന്താണ്? വൺ ഡേ ആഫ്റ്റർനൂൺ Arun and Mani were sitting in a garden and facing each other.
Mani's shadow fall exactly towards Arun's right. Which direction was Mani facing? Okay. So let's understand. ആഫ്റ്റർനൂണിൻ്റെ സമയമാണ്. ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ വെസ്റ്റിലാണ് സൺ ഇരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് പറയണത് അരുൺ ആൻഡ് മണി എന്തായിരുന്നു ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരുണ്ട്. ഇതിൽ ആരോ ഒരാൾ അരുണാണ്, ഒരാൾ മണിയാണ്. ഫേസ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആൻഡ് ഫേസിങ് ഈച്ച് അതർ. മണിയുടെ ഷാഡോ falls exactly towards Arun's right. മണിയുടെ ഷാഡോ falls exactly towards Mani's right. നമ്മൾ നേരത്തെ പഠിച്ച കാര്യം ഞാൻ ഇവിടെ എഴുതി വെക്കാം. നോർത്തിൽ ഫേസ് ചെയ്തിരിക്കുന്ന ആളുടെ ഷാഡോ എവിടെ വീഴും? റൈറ്റിൽ വീഴും ഈ ആഫ്റ്റർനൂൺ സമയത്ത്. എന്നിട്ട് സൗത്ത് ഫേസ് ചെയ്തിരിക്കുന്ന ആളുടെ ഷാഡോ അയാളുടെ ലെഫ്റ്റിലോട്ട് വീഴും. നമ്മളെ പറഞ്ഞ എന്താണ്? മണീസ് ഷാഡോ falls exactly towards Arun's right. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിച്ച് ഡയറക്ഷൻ വാസ് മണി ഫേസിങ്? മണിയുടെ ഷാഡോ എവിടെയാണ് വീഴുന്നത്? അരുണിൻ്റെ റൈറ്റിലോട്ട്. സോ ഇവിടെ നോക്ക്, എവിടെ ഇരിക്കുന്ന ആളുടെ ഷാഡോ ആണ് അടുത്ത ആളുടെ റൈറ്റ് ആവുന്നത്? ഇവിടെ മുകളിൽ സൗത്ത് ഫേസിങ് ഇരിക്കുന്ന ആളുടെ ലെഫ്റ്റ് ആണെങ്കിലും അത് അടുത്ത ആളുടെ എന്താണ്? റൈറ്റ് ആണ്. സോ ഞാനിവിടെ ജസ്റ്റ് പറയാണ്, സപ്പോസ് ഞാൻ ഇവിടെ മണിയെ ഇരുത്തുന്നതനുസരിച്ചോ, എക്സാമ്പിൾ പറയാണ്, മണിയെ ഇരുത്തി. അപ്പോൾ മണിയുടെ ഷാഡോ മണിയുടെ ലെഫ്റ്റിലോട്ടാണ് വീഴുന്നത്. മണി സൗത്ത് ഫേസ് ചെയ്തിരിക്കുന്നുണ്ട്. മണിയുടെ ഷാഡോ മണിയുടെ ലെഫ്റ്റിലോട്ടാണ് വീഴുന്നത്. പക്ഷേ ഈ മണിയുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ആളുടെ എന്താണ്? റൈറ്റ് അല്ലേ? അടുത്ത ആളാരാണ്? അരുൺ. അപ്പോൾ മണി സൗത്ത് ഫേസ് ചെയ്തിരിക്കുകയും അരുൺ നോർത്ത് ഫേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ മാത്രമല്ലേ ഈ കറക്റ്റ് ഡയറക്ഷൻ ആവുള്ളൂ. യെസ് ഓ നോ? സോ മണിയുടെ ഷാഡോ സൗത്ത് ഫേസ് ചെയ്തിരിക്കുമ്പോൾ വെസ്റ്റിൽ ആഫ്റ്റർനൂൺ ആയിരിക്കുമ്പോൾ അയാളുടെ ലെഫ്റ്റിലായിരിക്കും ഷാഡോ വരുന്നത്. ആ ലെഫ്റ്റ് തന്നെയാണ് ഇപ്പർ സൈഡിലിരിക്കുന്ന ആളുടെ റൈറ്റ്. കാരണം ഷാഡോ എപ്പോഴും ഇവിടെ തന്നെയാണ്. ഇയാളുടെ ലെഫ്റ്റ് അടുത്ത ആളുടെ റൈറ്റ് ആണ്. അപ്പം അവിടെ പറഞ്ഞെന്താണ്? മണി ഷാഡോ എക്സാക്ട്ലി ടുവേർഡ്സ് ദ റൈറ്റ് ഓഫ് അരുൺ. സോ മണിയുടെ ഷാഡോ ഇത് അരുണിൻ്റെ റൈറ്റ്. ഓക്കെ, ഞാൻ നേരെ തിരിച്ചിരുത്തിയെന്ന് വിചാരിച്ചോ. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു വീണ്ടും ഒന്ന് വരയ്ക്കാം. ഇതിങ്ങനെ വരച്ചിട്ട് ഈ സെയിം എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, ഞാൻ മണിയെ ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ മണിയുടെ ഷാഡോ എവിടെയാണ്? ഇത് റൈറ്റിലാണ്. മണിയുടെ ഷാഡോ മണിയുടെ റൈറ്റിലാണ്. എന്നാൽ ഇത് ഇയാളുടെ ലെഫ്റ്റ് ആണ്. പക്ഷെ നമുക്ക് അതല്ലല്ലോ പറഞ്ഞത്. എന്ന് വെച്ചാൽ അരുണിൻ്റെ ലെഫ്റ്റ് ആവും ഇത്. മണിയുടെ റൈറ്റ് അരുണിൻ്റെ ലെഫ്റ്റ് ആണ്. അപ്പോൾ നമ്മളോട് എന്താണ് പറഞ്ഞത്? പക്ഷേ മണിയുടെ ഷാഡോ അരുണിൻ്റെ റൈറ്റിലോട്ടാണ് വീണത്. അപ്പോൾ മണിയുടെ ഷാഡോ അരുണിൻ്റെ റൈറ്റിൽ വീണെങ്കിൽ മണി എന്ത് ചെയ്യണം? വിച്ച് ഡയറക്ഷൻ ഫേസിങ്? മണി ഈസ് ഫേസിങ് സൗത്ത് ഡയറക്ഷൻ. മണി സൗത്തിലോട്ട് ഫേസ് ചെയ്തിരുന്നാൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ വർക്കൗട്ട് ആവണം. ഇത് വർക്കൗട്ട് ആവില്ല. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. കാര്യം മനസ്സിലായോ? ഓക്കെ, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കാര്യം മനസ്സിലാക്കാൻ നോക്കി. ഇത് കാണാപ്പാടം പഠിക്കാനൊന്നുമില്ല. എൻ്റെ ഷാഡോ ഞാനിപ്പോൾ ആഫ്റ്റർനൂണിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ഞാൻ ആഫ്റ്റർനൂൺ ഇവിടെയാണ് നമ്മളെ സണ്ണ് വെസ്റ്റിലോട്ട്. ഓക്കെ, ഞാൻ വെസ്റ്റിലോട്ടിരിക്കുകയാണ്. വെസ്റ്റിലോട്ടിരിക്കുമ്പോൾ എൻ്റെ ഷാഡോ റൈറ്റിലാണ് വീഴുന്നത്. ഓക്കെ, വെസ്റ്റിലോട്ടിരിക്കുമ്പോൾ നോർത്ത് ഫേസ് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ ഷാഡോ റൈറ്റിലാണ്. എന്നിട്ട് സൗത്ത് ഫേസ് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ ഷാഡോ എന്താണ്? ലെഫ്റ്റിലാണ്. യെസ്. സോ എൻ്റെ ഷാഡോ ഞാൻ നേരത്തെ തിരിഞ്ഞ് നിന്നപ്പോൾ എൻ്റെ ഷാഡോ വേറൊരാളുടെ റൈറ്റിലാണെങ്കിൽ ഷാഡോ രണ്ടിടത്തും സെയിം അല്ലേ? ഇതിപ്പോൾ എൻ്റെ ലെഫ്റ്റ്, ഇങ്ങനെ തിരിഞ്ഞിരുന്നപ്പോൾ എൻ്റെ റൈറ്റ്. സോ എൻ്റെ ഷാഡോ മറ്റുള്ള റൈറ്റിലിരിക്കണമെങ്കിൽ ഞാൻ സൗത്ത് ഫേസ് ചെയ്തിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ സൗത്ത് ഫേസ് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ ഷാഡോ മറ്റേ ആളുടെ റൈറ്റ് ആവും. കാരണം ഉണ്ടോ, ഞാൻ മറ്റേ ആൾ നോർത്ത് ഫേസ് ചെയ്തിരിക്കുന്നു, ഞാൻ സൗത്ത് ഫേസ് ചെയ്തിരിക്കുന്നു. ഞാൻ രണ്ടുപേരെ ഇവിടെ നിർത്തിയാണ്. ഞാൻ നേരത്തെ നിന്ന പൊസിഷൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നപ്പോൾ എൻ്റെ കൈ അങ്ങോട്ട് തന്നെയായിരുന്നു. രണ്ട് സൈഡിലും കൈ അങ്ങോട്ട് തന്നെയായിരുന്നു. പക്ഷേ അത് എൻ്റെ റൈറ്റ് ആയിരുന്നു, ഇതിപ്പോൾ എൻ്റെ ലെഫ്റ്റ് ആണ്. ഈ ലെഫ്റ്റും ആ റൈറ്റും ഈക്വൽ ആണ്. ഞാൻ സൗത്ത് ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് എനിക്ക് ലെഫ്റ്റായിട്ട് വരുന്നത്. അത് മറ്റേ ആളുടെ റൈറ്റ് ആവും. അതാണ് ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർനൂണിൻ്റെ സമയത്ത് ഇതാണ്. ഇസ് ദാറ്റ് ക്ലിയർ? അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കാര്യം മനസ്സിലാക്കിയാൽ മതി. മോർണിംഗ് ടൈമിൽ നോർത്ത് ഫേസ് ചെയ്തിരിക്കുന്ന ആളുടെ ലെഫ്റ്റിലാണ് ഷാഡോ വീണത്. ആഫ്റ്റർനൂൺ ടൈമിൽ നോർത്ത് ഫേസ് ചെയ്തിരിക്കുന്ന ആളുടെ റൈറ്റിലാണ് ഷാഡോ വീഴുന്നത്. അപ്പോൾ റൈറ്റ് എന്ന് പറയുന്ന ആൾ ആഫ്റ്റർനൂൺ അല്ലേ, ആ റൈറ്റ് എന്ന് പറയുന്ന ആളിനെ താഴെ പ്ലേസ് ചെയ്താൽ മതി. എന്നിട്ട് മറ്റേ ആൾ മുകളിൽ പ്ലേസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി മറ്റേ ആളുടെ ഷാഡോ ഇവിടെ റൈറ്റ് ആവും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, അതിൽ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ വൺസ് അഗൈൻ. ഇവിടെ നമ്മൾ മോർണിംഗ് ടൈം പറഞ്ഞില്ലേ, ഇത് മോർണിംഗ് ടൈമാണ്. ഈസ്റ്റിൽ ഷാഡോ ഇങ്ങോട്ട് തിരിക്കുന്നത് ഈസ്റ്റിൽ. സോ ഇവിടെ ഇരിക്കുന്ന ആളുടെ ഇവിടെ നമ്മൾ ചെയ്ത എക്സാമ്പിൾ ഇതണ്ട. ഇവിടെ ഇരിക്കുന്ന ആൾ ലെഫ്റ്റാണ്. നമ്മുടെ ആഫ്റ്റർനൂണാണ് ചോദിച്ചത്. ആഫ്റ്റർനൂണിൽ ആയിരിക്കുന്ന ആളുടെ റൈറ്റ്. സോ മണിയുടെ ഷാഡോ അരുണിൻ്റെ റൈറ്റ് എന്നല്ലേ പറഞ്ഞു. അപ്പോൾ അരുണിൻ്റെ റൈറ്റ് ആണെങ്കിൽ അരുണിനെ ഇവിടെ ഇരുത്തിയാലല്ലേ അരുണിൻ്റെ റൈറ്റ് ആവുള്ളൂ. അരുണിനെ നേരെ അങ്ങ് ഇരുത്തിയാൽ മതി. ഇവിടെ മണി ഓട്ടോമാറ്റിക്കലി അവിടെ ആവും. വേറെ കൂടുതലൊന്നും ചിന്തിക്കാനില്ല. അതുപോലെ മോർണിംഗ് ടൈമിലാണ് ഇതേ സംഭവം പറഞ്ഞതെന്ന് വിചാരിച്ചോ. മോർണിംഗ് ടൈമിൽ അവർ പറയാണ് മണീസ് ഷാഡോ falls on Arun's right. Mani's shadow falls on Arun's right. അപ്പോൾ മോർണിംഗ് ടൈമിൽ ചിന്തിച്ച് നോക്കുക, ഇങ്ങോട്ടിരിക്കുന്ന ആളുടെ റൈറ്റിലോട്ടാണ് ഷാഡോ വീഴുന്നത്, സൗത്ത് ഫേസിങ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അരുണിനെ കൊണ്ട് അവിടെ ഇരുത്തിയാൽ മതി. എന്നിട്ട് മണി എവിടെ ഇരുത്തിയാൽ മതി. അപ്പോൾ മണിയുടെ ഷാഡോ
ഈ ലെഫ്റ്റിലോട്ടാണ്, അത് അരുണിൻ്റെ റൈറ്റ് ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ അത് കൺസെപ്റ്റ് സിമ്പിൾ നമ്മളെ മനസ്സിൽ എന്താ വിഷ്വലൈസ് ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. ഇത് പ്രത്യേകിച്ച് വേറെ ഫോർമുലാസോ മെത്തേഡ്സോ ഒന്നും ചെയ്ത് കൺഫ്യൂസ് ചെയ്യരുത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ ഫൈൻ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ. ഇത് എന്താ പറയുക, സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതിൽ മിസ്ലേനിയസ് ക്വസ്റ്റൻ ആണ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇഫ് സൗത്ത് ഈസ്റ്റ് ബിക്കംസ് നോർത്ത്, നോർത്ത് ഈസ്റ്റ് ബിക്കംസ് വെസ്റ്റ് ആൻഡ് സോ ഓൺ, വാട്ട് വിൽ ബി ദ വെസ്റ്റ്? സോ ഇത് ആദ്യം ഞാൻ മറ്റേ 4 ഡയറക്ഷൻ ഒന്ന് വരയ്ക്കാം. തൽക്കാലം നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ പോസ് ചെയ്യണമെന്നില്ല, നിങ്ങൾ തനിയാന്ന് ചിന്തിച്ച് നോക്ക്. ഇത് ഒറിജിനൽ ഡയറക്ഷൻ ഇതാണ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, ഇത് നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. പുതിയ ഇൻഫർമേഷൻ തന്നേക്കാൻ എന്താണെന്ന് നോക്ക്. പുതിയ ഇൻഫർമേഷൻ പറയണത് ഇഫ് സൗത്ത് ഈസ്റ്റ് ബിക്കംസ് നോർത്ത്, അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റിൻ്റെ സ്ഥലത്ത് എന്താവുന്നുണ്ട്? നോർത്ത് ആവുന്നുണ്ട്. സോ നമുക്കൊരു കാര്യം അറിയാം, നോർത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൗത്ത് വരണം. ഇപ്പോൾ ഇത് നോർത്ത് ആണെങ്കിൽ ഇത് സൗത്ത് ആവും ഓട്ടോമാറ്റിക്കലി. സിമ്പിൾ കൺസെപ്റ്റ് അല്ലേ? സോ ബേസിക്കലി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ നോർത്ത് ഇവിടെ നിന്ന് ഇത്രയും ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടുത്തെ സംഭവം എന്താണ്? നോർത്ത് ഈസ്റ്റ് ഇത് അതനുസരിച്ച് എല്ലാം റൊട്ടേറ്റ് ആയി ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അടുത്ത കേസ് എന്താണ് പറഞ്ഞത്? നോർത്ത് ഈസ്റ്റ് ബിക്കംസ് വെസ്റ്റ്. നോർത്ത് ഈസ്റ്റ് എന്താവുന്നുണ്ട്? വെസ്റ്റ്. സോ ലെറ്റ്സ് സീ. സോ ഓക്കെ, ഇത് ഒറിജിനൽ നോർത്ത് ആയിരുന്നു. നോർത്ത് ഈസ്റ്റ് ഇവിടെ ആയിരുന്നു, അതിപ്പോൾ എന്തായി? വെസ്റ്റ് ആയി. പുതിയ ഡയറക്ഷൻ വെസ്റ്റ്. ഓക്കെ, വെസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും? ഈസ്റ്റ് ആവും. വെസ്റ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഈസ്റ്റ് ആവും. സോ ഇത് സോ ഓൺ എന്ന് പറഞ്ഞു. സോ നമുക്കൊരു കാര്യം അറിയാം, നോക്ക്. നോർത്തിൻ്റെ റൈറ്റിലോട്ട് ഫസ്റ്റ് വരുന്ന നോർത്ത് ഈസ്റ്റ് ആണ്, പിന്നെ ഈസ്റ്റ്. അതേപോലെ നോർത്തിൻ്റെ റൈറ്റിലോട്ട് ഇവിടെ എന്ത് വരണം? നോർത്ത് ഈസ്റ്റ് വരണം, പിന്നെ അത് ഈസ്റ്റ്. സോ ഈ ഫുൾ കാര്യം അങ്ങ് റൊട്ടേറ്റ് ആവുകയാണ്. ഈ സംഭവം ഇവിടെ വന്നു, അപ്പോൾ അതിൻ്റെ അടുത്തത് ഇവിടെ വരും. സോ ഇത് നോർത്ത് ഈസ്റ്റ് ആവും. ഓക്കെ, അടുത്ത് ഈ ഈസ്റ്റ് ഇവിടെ വന്നു, അപ്പോൾ അതിൻ്റെ അടുത്തത് സൗത്ത് ഈസ്റ്റ് ഇവിടെ കയറും. ഫുള്ളായിട്ട് അങ്ങ് റൊട്ടേറ്റ് ആവണതേ ഉള്ളൂ. അതുപോലെ സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്ക് സൗത്ത് വെസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ നോക്കിയാലും മതി. നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക് നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റിനും സൗത്തിനും ഇടയ്ക്ക് സൗത്ത് ഈസ്റ്റ്, അതേപോലെ ഈ നോർത്തിനും വെസ്റ്റിനും ഇടയ്ക്ക് നോർത്ത് വെസ്റ്റ്. ഇങ്ങനെ ഒരു പുതിയ ഡയറക്ഷൻ അറേഞ്ച് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ വെസ്റ്റ്? സോ വാട്ട് വിൽ ബി ദ വെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ വെസ്റ്റ് ഇപ്പോൾ എന്താണ്? ഇപ്പം സൗത്ത് ഈസ്റ്റ് ആണ്. ഓക്കെ, നമ്മളെ വെസ്റ്റ് ഈ നോർത്ത് ഈസ്റ്റ് വെസ്റ്റായി. ആ വെസ്റ്റ് അല്ല ചോദിക്കുന്നത്, നമ്മൾ ഒറിജിനൽ വെസ്റ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഒറിജിനൽ വെസ്റ്റ് ഇപ്പോൾ എന്താവും? സൗത്ത് ഈസ്റ്റ് ആവും. സോ നമ്മളെ ആൻസർ സൗത്ത് ഈസ്റ്റ് ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. കാരണം ആദ്യം വെസ്റ്റ് ആയിരുന്നത് ഇപ്പം സൗത്ത് ഈസ്റ്റ് ആയി, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് സീ. സോ അത് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? ഒറിജിനൽ ഡയറക്ഷൻ വരച്ചിട്ട് ബാക്കി അവർ പറഞ്ഞ അനുസരിച്ച് ചേഞ്ച് ചെയ്ത് അങ്ങ് വരച്ചു. എന്നിട്ട് പിന്നെ ആ വെസ്റ്റിൻ്റെ ഡയറക്ഷനിൽ സ്ഥലം ഇപ്പോൾ വേറെ ആരാണ് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. വേറെ ഒന്നുമില്ല ഇത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം. സി, നമ്മുടെ ഒരു കാര്യം പറയാണ്. ഇപ്പം ഞാൻ പറയാണ്, എ പേഴ്സൺ വാക്സ് 10 kilometers towards east and turns 45 degrees towards right. സോ ഇതെങ്ങനെ വരയ്ക്കും? സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഒരാൾ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു, ഈസ്റ്റിലോട്ട് എത്ര കിലോമീറ്റേഴ്സ് പോയി? 10 കിലോമീറ്റർ പോയി. അവിടെ നിന്ന് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? 45 ഡിഗ്രീസ് റൈറ്റ് ടേൺ എടുക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 45 ഡിഗ്രീസ് റൈറ്റ് ടേൺ നമ്മൾ എവിടെ നിന്ന് എടുക്കുമെന്നാണ്. നമ്മൾ എപ്പോഴും ഒരു ഡിഗ്രി ആംഗിൾ വരയ്ക്കുന്നത് 0 ഡിഗ്രി പ്ലെയിൻ വെച്ചിട്ടാണ്. അപ്പം ഇത് നമ്മളെ 0 ഡിഗ്രി ആണ്, അവിടെ നിന്ന് 45 ഡിഗ്രീസ് വരും ഇങ്ങനെ. എക്സാക്ട്ലി. സോ ചിലവരെന്ത് ചെയ്യും? ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 45 ഡിഗ്രീസ് വരയ്ക്കും. അത് തെറ്റാണ്. ഇങ്ങോട്ട് ഈ ആംഗിളിൽ പോയിട്ട്, ഓക്കെ, സെയിം പോയിക്കൊണ്ടിരിക്കുന്ന ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യും? 45 ഡിഗ്രീസ് വരയ്ക്കും. സോ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇതാണ്, ഈ ഒരു ഡയറക്ഷനാണ് 45 ഡിഗ്രീസ്. ഐ ഹോപ്പ് മൈ പോയിന്റ് ഇസ് ക്ലിയർ. ഓക്കെ, സോ ഈ രീതിയിൽ വേണം വരയ്ക്കാൻ. ഇതാണ് നമ്മളെ 45 ഡിഗ്രീസ്. ഈ ഡിഗ്രീസാണ് 45 ഡിഗ്രീസ്. ഓക്കെ, ഈ പറയുന്ന ഡിഗ്രിയാണ് 45 ഡിഗ്രീസ്. അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വരെ ഇതല്ല 45. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ നമ്മളെ 45 ഡിഗ്രീസ് എന്ന് പറയുന്നത് ഇതാണ്. യെസ്, ഈ കാര്യം ഒന്ന് ഓർമ്മ വേണം. ഇതാണ് നമുക്കിവിടെ മെയിനായിട്ട് പഠിക്കേണ്ട കൺസെപ്റ്റ്.
ഡയറക്ഷൻ എങ്ങോട്ടാണ് എടുക്കേണ്ടത്. അപ്പം ഇതിൽ രണ്ട് രീതിയിൽ പറയാം. റൈറ്റ് എന്ന് പറഞ്ഞു, ഇതിന് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നും പറയാം, ക്ലോക്ക് വൈസ് എന്നും പറയാം, ക്ലോക്ക് വൈസ് എന്നും പറയാം. ഓക്കെ, സോ ഇവിടെ 45 ഡിഗ്രീസ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ക്ലോക്ക് കറങ്ങുന്ന ഈ ഡയറക്ഷൻ അല്ലേ. സോ 45 ഡിഗ്രീസ് ക്ലോക്ക് വൈസ്, 90 ഡിഗ്രീസ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, ദിസ് വുഡ് ബി 90. 135 ഡിഗ്രീസ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വരും. 180 ഡിഗ്രീസ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ. ഓക്കെ, അതനുസരിച്ച് ഇങ്ങനെ കൂടി കൂടി പോകും. നേരെ തിരിച്ച് 45 ഡിഗ്രീസ് അങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ, ദാറ്റ് ഈസ് 45 ഡിഗ്രീസ് ടുവേർഡ്സ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സെയിം കൺസെപ്റ്റ്. ഇത് 0 ഡിഗ്രി ആണ്, 10 കിലോമീറ്റർ വന്നു, 45 ഡിഗ്രീസ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ സോ ഇറ്റ് വുഡ് ബി സംതിങ് ലൈക്ക് ദിസ്. ഇത് ഇങ്ങനെ വരും 45 ഡിഗ്രീസ് ടുവേർഡ്സ്, ജസ്റ്റ് അപ്രോക്സിമേറ്റ് വരയ്ക്കാനാണ്. ഇത് 45 ഡിഗ്രീസ് ടുവേർഡ്സ് ലെഫ്റ്റ്, അത് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, രണ്ട് രീതിയിലും തരാം, ചോദ്യം തരാം. ഓക്കെ, യെസ്. സോ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം. സേ ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ ഒന്ന് വരയ്ക്കാം. ഇതേപോലെ 10 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് പോയി, അവിടെ നിന്ന് 45 ഡിഗ്രീസ് ഇങ്ങോട്ട് പോയിട്ട്, ഓക്കെ 45 ഡിഗ്രീസ് തിരിഞ്ഞു, ഒരു മിനിറ്റ് ജസ്റ്റ് 45 ഡിഗ്രീസ് തിരിഞ്ഞു. ഓക്കെ, ഇങ്ങനെ തിരിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ 180 ഡിഗ്രീസ് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞു. 10 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് പോയി 45 ഡിഗ്രീസ് എന്തായി, റൈറ്റിലോട്ട് തിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 180 ഡിഗ്രീസ് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു. സോ ഇവിടെ നിന്ന് 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതിങ്ങനെയല്ലേ വന്നത്, ഇതിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് പോകണം. ഓക്കെ, ലെഫ്റ്റ് തിരിച്ചിങ്ങോട്ട് പോകണം. 180 ഡിഗ്രി നമുക്കറിയാമല്ലോ, എപ്പോഴും നേരെ ഓപ്പോസിറ്റ് അല്ലേ വരണം. 180 ഡിഗ്രി ഇസ് എ സിമ്പിൾ പ്ലെയിൻ ലൈൻ, റൈറ്റ്. സോ ഇവിടെ നിന്ന് 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഫുള്ള് കറങ്ങി ഇങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഇങ്ങനെ വരും. സോ ഈ രീതിയിൽ പ്ലേസ്ഡ് ആവും, ഇങ്ങോട്ടായിരിക്കും ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദിക്കുന്നതായിരിക്കും നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് ദിസ് പേഴ്സൺ ഫേസിങ്. സോ ആദ്യം 10 ഡിഗ്രീസ് ഈസ്റ്റിലോട്ട് പോയി, അത് കഴിഞ്ഞിട്ട് 45 ഡിഗ്രി റൈറ്റിലോട്ട് ടേൺ ചെയ്തു, അത് കഴിഞ്ഞിട്ട് 180 ഡിഗ്രീസ് അയാൾ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്തു. ഇനി എങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്, ഈ ഡയറക്ഷൻ, നമ്മളിത് സെൻറ്റർ പോയിന്റ് ആണ്, ഈ ഡയറക്ഷൻ എന്താണ്, നോർത്ത് വെസ്റ്റ് ആണ്. ഓക്കെ, ഈ രീതിയിലും ഇതിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റൻസ് വരാറുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ആൻഡ് സി എ ക്വസ്റ്റൻ ബേസ്ഡ് ഓൺ ദാറ്റ്. ഈ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത്തിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആംഗിൾ ഡിസൈഡ് ചെയ്യാൻ. ഇത് 45 ഡിഗ്രീസ് ആണ് റൈറ്റിലോട്ട്, ഇത് 90 ഡിഗ്രീസ് ആണ്, ഇത് 135 ആണ്, 180 ആണ്, ആ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഫൈൻ. അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം. എ ഹോഴ്സ് ഈസ് ഫേസിങ് സൗത്ത്. അപ്പോൾ ഒരു ഹോഴ്സ് ഉണ്ട്, അത് സൗത്ത് ഫേസിങ് ആണ്. പിന്നെ സോ ഇത് കഴിഞ്ഞിട്ട് എന്താണ്, ഇറ്റ് ടേൺസ് 90 ഡിഗ്രീസ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രീസ് ടേൺ ചെയ്യണം. അപ്പോൾ ഈ നിൽക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യും, ഓക്കെ ഇതിങ്ങനെ നിൽക്കുകയാണ്, ഞാനിത് വെറുതെ വരച്ചതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹോഴ്സ് നിൽക്കുന്നതാണ്, ഒരു വര അല്ല അത്. സോ ഞാനിങ്ങനെ നിന്നു, 90 ഡിഗ്രീസ് ആകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിയില്ലേ, യെസ് ഓ നോ. സോ അതേപോലെ ഈ വര ഇനി എങ്ങോട്ടാവും, ഇങ്ങോട്ട് തിരിഞ്ഞു, 90 ഡിഗ്രീസ് അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞു, ആൻറ്റി ക്ലോക്ക് വൈസ് 90 ഡിഗ്രീസ് തിരിഞ്ഞു ഇങ്ങനെ ഫുള്ള്. ഇവിടെ നിന്ന് 90 ഡിഗ്രീസ് അല്ല കേട്ടോ, ഇയാൾ സൗത്ത് ഇങ്ങനെ ഫേസിങ് സൗത്ത്, ഞാൻ സൗത്ത് ഫേസ് ചെയ്ത് നിൽക്കുന്നു, 90 ഡിഗ്രീസ് ഇങ്ങോട്ട് തിരിഞ്ഞു, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദെൻ 180 ഡിഗ്രീസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി ഞാൻ ആദ്യം സൗത്ത് ഫേസ് ചെയ്തു, ഓക്കെ സൗത്ത് ഫേസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് 90 ഡിഗ്രീസ് എന്ത് ചെയ്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി എന്നോട് പറയുന്നത് 180 ഡിഗ്രീസ് എങ്ങോട്ട്, ക്ലോക്ക് വൈസ്. എൻ്റെ ഇനി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരണം. സോ ഇവിടെ നിന്ന് 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി എൻ്റെ നേരെ പുറകിൽ പോകും. സോ ഞാൻ കറങ്ങി ഇത് 90 ആണ്, തിരിച്ച് 180 ഡിഗ്രീസ് തിരിച്ച് ഇങ്ങോട്ട് എത്തും. സോ ബേസിക്കലി ഇത് വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ വരികയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഇസ് ദിസ് വേ. സോ ഇവിടെ നിന്ന് വരുമ്പോൾ ഇത് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുകയായിരിക്കും. ഓക്കെ, ആൻഡ് ടേൺസ് ലെഫ്റ്റ്. ഇവിടെ വന്നിട്ട് അയാൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ടേൺ ചെയ്യണം. ലെഫ്റ്റ് ടേൺ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് തിരിയും. ഇനി ചോദിച്ചേക്കുന്നത് വിച്ച് ഡയറക്ഷൻ ഇസ് ദ ഹോഴ്സ് ഫേസിങ്, വിച്ച് ഡയറക്ഷൻ, സൗത്ത് ഡയറക്ഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഐ എക്സ്പ്ലെയിൻ വൺസ് അഗൈൻ. ഹോഴ്സ് ആദ്യം ഈ ഫേസ് ചെയ്യണമെങ്കിൽ സൗത്ത് എന്ന് വിചാരിക്കുക, ഞാൻ നിങ്ങളെ ഫേസ് ചെയ്യുന്നത് സൗത്ത് ആണ്. പിന്നെ അയാൾ എന്ത് ചെയ്തു, ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ടാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് 90 ഡിഗ്രി ടേൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്ലോക്ക് വൈസ് 180 ഡിഗ്രി. സോ 90ൻ്റെ നേരെ ഓപ്പോസിറ്റ് വരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 180 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രീസ് ഞാൻ ടേൺ ചെയ്ത് അവിടെ ഇപ്പം വീണ്ടും 0 എത്തിയെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഇനി 180 ഡിഗ്രീസ് ടേൺ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് എത്തിയതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും ലെഫ്റ്റ് ടേൺ ചെയ്തു. ലെഫ്റ്റ് ടേൺ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും എത്തിയത് എവിടെയാണ്, സൗത്തിൽ തന്നെയാണ്. ആ സൗത്ത് ഡയറക്ഷനാണ് നമുക്ക് ചോദിച്ചത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഈ വീഡിയോയിൽ പഠിപ്പിച്ച ചില മിസ്ലേനിയസ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതും എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ്. ഇത് നമ്മൾ സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. പ്രത്യേകിച്ച് ഫോർമുലാസ് ഒന്നും ആവശ്യമില്ലാത്ത ക്വസ്റ്റൻസ് ആണ്. സോ നിങ്ങൾ
ഇത് വന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ക്വസ്റ്റൻസ് ഞാൻ പറഞ്ഞ പ്രാക്ടീസ് ക്വസ്റ്റൻസ് എല്ലാം നമ്മൾ ആപ്പിൽ കിടപ്പുണ്ട്, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഫർദർ ഞാൻ കുറേ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ആയിട്ട് വീഡിയോസ് എല്ലാം സൊല്യൂഷൻ ക്ലാസ് എല്ലാം ഞാൻ എൻ്റെ ആപ്പിൽ ഇട്ടിട്ടുണ്ടാവും. പെയ്ഡ് കോഴ്സ് ആയിരിക്കും, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി. ഇറ്റ്സ് യുവർ ചോയ്സ്. പക്ഷേ ബേസിക് കൺസെപ്റ്റ്സ് എല്ലാം ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇനി ഒരു വീഡിയോയിലും കൂടെ ഞാൻ ഇതിൻ്റെ പാർട്ട് 3യും കൂടെ വരും. ആ പാർട്ട് 3യിൽ ബാങ്കിന് സ്പെസിഫിക് ആയിട്ടുള്ളത് മാത്രമായിട്ടുള്ള ചില ഹയർ ലെവൽ ക്വസ്റ്റൻസ് ഉണ്ട്. എസ്പെഷ്യലി SBI POയുടെ മെയിൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം കട്ടിയുള്ള ക്വസ്റ്റൻസ് ആണ്. സോ ബാങ്ക് പ്രിപ്പയർ ചെയ്യണവർ അതെന്തായാലും കണ്ടിരിക്കണം. മറ്റേ SSCയും റെയിൽവേസുകാർ അത് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ടിരുന്നാൽ നല്ലതാണ്. കാരണം എപ്പോഴും വേണോ ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഐ എം നോട്ട് സെയിങ് ചോദിക്കുമെന്ന്. കാരണം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, എക്സാമിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമേ ഇന്ന എക്സാമിന് ചോദിക്കുകയുള്ളൂ. നമ്മൾ ട്രെൻഡ് നോക്കിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നില്ല, ഇത്രയും ഡിഫിക്കൽട്ടി ലെവലിലേക്ക് അപ്പുറം പോകണില്ല എന്ന് ട്രെൻഡ് നോക്കിയിട്ട് പറയുന്നതാണ്. എന്നാൽ ട്രെൻഡ് എപ്പോൾ വേണോ ചേഞ്ച് ചെയ്യാം. സോ അതനുസരിച്ച് എല്ലാം ടൈപ്പ് ക്വസ്റ്റൻസ് കണ്ട് പ്രിപ്പയർഡ് ആയിരുന്നാൽ എക്സാമിലൊരു ഷോക്ക് ഉണ്ടാവില്ല. ഇറ്റ്സ് യുവർ ചോയ്സ്. എന്നാലും സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റി ആയിട്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. മറ്റുള്ള ക്വസ്റ്റൻസ് കൂടെ നോക്കി വെക്കണം. സോ ദാറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റാതെ ആവരുത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് മേക്ക് ഷുവർ മാക്സിമം ആൾക്കാരിലേക്ക് ഇതിനെ ഷെയർ ചെയ്യാൻ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ താങ്ക് യു ഓൾ ഓഫ് യു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.